വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉറപ്പായിട്ടുമുണ്ടാകും. ഒന്ന്, കോൺഗ്രസ്സിലെ ചിലരുടെയൊക്കെ ഭാവി തീർച്ചപ്പെടുത്തും, ചില ഉയർന്ന നേതാക്കന്മാരുടെ. രണ്ട്, കേരളത്തിൽ NDA മുന്നണി എത്രത്തോളം ഒരു മുന്നേറ്റം കുറിക്കുന്നു, ഇതിനും ഒരു വ്യക്തമായ ഒരു ധാരണ കിട്ടുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാരുടെ ഭാവി തീർച്ചപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവ നേതൃത്വം കോൺഗ്രസിനകത്തേക്ക് കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നേപ്പാളിൽ നടന്നത് എന്തായിരുന്നു? ഒരു ന്യൂജൻ വിപ്ലവം തന്നെയാണ് നടന്നത്. ആരും മുൻകൂട്ടി നോട്ടീസ് തയ്യാറാക്കിയതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖാമൂലം അറിയിച്ചിട്ടോ മൈക്ക് അനൗൺസ്മെൻറ്റോ ഒന്നും കൊണ്ടല്ല അവിടെ ജനം ഒത്തുചേർന്നത്. എന്തിനെയാണോ ഭരണകൂടം തോൽപ്പിക്കാൻ ശ്രമിച്ചത്, ആ മാധ്യമത്തിലൂടെ തന്നെ ന്യൂജൻ തെരുവിലിറങ്ങുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഈ എത്ര അധികാരം കിട്ടിയാൽ പോലും അതിൻ്റെ ഇടനാഴിയിൽ നിന്ന് ഇറങ്ങാൻ മടിക്കുന്നവരാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ. കടൽ കിഴവന്മാർ എന്നൊക്കെ നമ്മൾ അവരെ പലപ്പോഴും പറയാറുണ്ട്. അതും അവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എണ്ണിക്കുറയുന്ന ഇതായുസ്സും മണ്ടി കരേറുന്നു മോഹവും എന്ന് കവി പാടിയത് കോൺഗ്രസിലെ ഈ മുതിർന്ന നേതാക്കന്മാരെ കണ്ടുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, അധികാരം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ചില മുതിർന്ന നേതാക്കന്മാർ പാർട്ടി വിട്ട് മറ്റ് പ്രധാനപ്പെട്ട കേഡർ പാർട്ടിയുടെ ചില വ്യക്തികളുടെ ദാസ്യപ്പണി ചെയ്തുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരൊക്കെ വീണ്ടും അധികാരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത്ര ഉന്നത നേതാക്കളല്ലെങ്കിലും തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. അവരുടെയും കാര്യങ്ങളിലും ഒരു തീർച്ചയുണ്ടാവും. കാരണം ഈ ന്യൂജന്റെ ഒരു കടന്നുകയറ്റം ഇപ്പൊ നമുക്കറിയാം. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇവര് ഒരു ബെൽറ്റാണ്. ഈ ഷാഫി പറമ്പിൽ യഥാർത്ഥത്തിലുണ്ടല്ലോ മറ്റൊരു കോൺഗ്രസിനകത്തുള്ള മറ്റൊരു മുസ്ലിം വിഭാഗത്തിലുള്ള ഒരാളെ വളരാൻ അനുവദിക്കത്തില്ല. ടി സിദ്ദിഖിനെ ഷാഫി പറമ്പിൽ വെട്ടും, നോക്കിക്കുക. കാരണം സിദ്ദിഖ് കയറി വരാനായിട്ട് അനുവദിക്കത്തില്ല. ഷാഫി പറമ്പിലിന് ഇപ്പോൾ ഉള്ള അംഗീകാരം, ജനപ്രിയത നിലനിർത്തിക്കൊണ്ട് കയറി വരാൻ തന്നെയാണ് ഷാഫി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അപ്പൊ ഈ കോൺഗ്രസിനകത്ത് നമുക്കറിയാം, ഒന്ന് മറ്റൊന്നിൻ്റെ കാലിൽ പിടിച്ചു വലിച്ചുകൊണ്ട് താഴേക്ക് പോവുകയാണെന്നുള്ളതാണ്. ഇത് ഇപ്പൊ നോക്കുക, 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലരെ ഏതൊക്കെ തരത്തിൽ ഒതുക്കാമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ളവർ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ജയിക്കാം, എങ്ങനെ LDFന് മൂന്നാം വട്ടം അധികാരം കൊടുക്കാതിരിക്കാം, ഇതല്ല അവർ വർക്കൗട്ട് ചെയ്യുന്നത്. കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞ് വരുമ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ മന്ത്രിപദങ്ങളിലേക്കോ വരാനായിട്ട് യോഗ്യതയുള്ള ചിലരെ വെട്ടിനിരത്താൻ ശ്രമിക്കും. ഇപ്പൊ കെ മുരളീധരൻ ആ കൂട്ടത്തിൽ ഒരാളാണ്. കെ മുരളീധരനെ പലയിടങ്ങളിൽ ഇവർ മാറ്റി കൊണ്ടുപോയി നിർത്തുകയാണ്. പലപ്പോഴും കോൺഗ്രസിനകത്തെ ഒരു രക്ഷകനാണ് മുരളീധരൻ. അങ്ങനെ രക്ഷകനായിട്ടുള്ള മുരളീധരനെ വട്ടിയൂർക്കാവിൽ നിന്നാണ് എടുത്ത് വടകരയിൽ കൊണ്ടുപോയത്. വടകരയിൽ നിന്ന് നേമത്ത് കൊണ്ടുവന്നു BJPയുടെ അക്കൗണ്ട് പൊട്ടിച്ചു തിരികെ വടകരയിലെത്തി. വടകരയിൽ നിന്ന് പിന്നെ തൃശ്ശൂരും കൊണ്ടുവന്ന് ഒതുക്കി ഇരുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വട്ടിയൂർക്കാവ് നന്നായിട്ട് മുരളീധരൻ കൊണ്ടു നടന്നതാണ്. ഇനിയിപ്പോൾ വട്ടിയൂർക്കാവിൽ തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അവിടെ കോൺഗ്രസ് ഒന്നാമത് എത്തിച്ചത് മുരളീധരന്റെ ഒരു മിടുക്ക് കൊണ്ട് തന്നെയാണ്. അന്ന് CPMനെ 3-ാം സ്ഥാനത്ത് എത്തിച്ചു. BJP 2-ാം സ്ഥാനത്ത് വന്നു, കുമ്മനം രാജശേഖരൻ. TNCയെ 3-ാം സ്ഥാനത്താണ് കൊണ്ടുപോയത്. ഇപ്പോ ആ സ്ഥാനത്ത് വന്നിട്ട് VK പ്രശാന്ത് മണ്ഡലത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്.
അത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോകും. മത്സരം അവിടെ CPM-ഉം BJP-യുമായിരിക്കും. CPM-ലെ VK പ്രശാന്ത് തന്നെ മത്സരിക്കും. BJP-യിൽ നിന്ന് നടൻ കൃഷ്ണകുമാറുമായിരിക്കും മത്സരിക്കുക. അപ്പോൾ മുരളീധരൻ എങ്ങോട്ടേക്ക് പോകും? പാർട്ടി നേതൃത്വം കണക്ക് കൂട്ടുന്നത് മുരളീധരനെ വട്ടിയൂർക്കാവിൽ കൊണ്ടുവന്ന് നിർത്താവുന്ന. മുരളീധരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വട്ടിയൂർക്കാവ് തനിക്ക് വേണ്ട എന്ന്. അതുകൊണ്ട് മുരളീധരൻ 2 മണ്ഡലങ്ങൾ ഇപ്പോൾ നോട്ടമിടുന്നുണ്ട്. ഒന്ന് ഗുരുവായൂര്, ലീഗിന്റെ മണ്ഡലമാണ്. ലീഗിന്റെ മണ്ഡലമാകുമ്പോൾ അതിനകത്ത് വേറെ പാരപണിയും പാലം വലിക്കലും ഒന്നും ഉണ്ടാകത്തില്ല. കോൺഗ്രസിന്റെ അഭ്യാസങ്ങൾ അവിടെ നടക്കത്തില്ല. വളരെ സുരക്ഷിതമാണ്. ലീഗ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഇക്കുറി കോൺഗ്രസും ലീഗും തമ്മിൽ ചില ധാരണയുണ്ട് മണ്ഡലം വെച്ചു മാറാനായിട്ടുള്ള. ഇനി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി അവിടെ 2-ാം സ്ഥാനത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. ഗുരുവായൂർ മണ്ഡലത്തിൽ മുസ്ലിം വിഭാഗത്തിന് മുൻതൂക്കമുള്ള മണ്ഡലം, സുരക്ഷിതമായ മണ്ഡലമായിട്ട് മുരളീധരൻ കാണുന്നു. ഇതിനോടൊപ്പം തന്നെ കാണുന്നതാണ് ലീഗിന്റെ കൈവശമുള്ള തിരുവമ്പാടി മണ്ഡലം. തിരുവമ്പാടി മണ്ഡലം ഇപ്പോൾ സിറ്റിംഗ് MLA CPM-ൽ നിന്നാണ്. അതൊരു 3000-നകത്ത് മാത്രം ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാണ്. അവിടുത്തെ പ്രഗത്ഭനായ MLA ഒക്കെ തന്നെയാണ്. പക്ഷേ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് അത് 26-ൽ അത് അടിപതറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുരളീധരൻ ഈ ലീഗുമായിട്ട് സംസാരിച്ചുറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ നിൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒന്നുകിൽ ഗുരുവായൂർ അല്ലെന്നുണ്ടെങ്കിൽ തിരുവമ്പാടി. ഇതിൽ തിരുവമ്പാടിക്കാണ് ഏറെ സാധ്യത കാണുന്നത്. അങ്ങനെ ഈ തിരുവമ്പാടി മണ്ഡലം ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നതാണ് നേരത്തെ. കാരണം കുഞ്ഞാലിക്കുട്ടിയാണ് ഈ ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തിരുവമ്പാടി, കാരണം ജോസ് കെ മാണിക്ക് വരുമ്പോൾ ഒരു സുരക്ഷിത മണ്ഡലം വേണമല്ലോ, അതിന് തിരുവമ്പാടി പറഞ്ഞു. കാരണം ലീഗ് പലയിടങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാകുന്നുണ്ട്. കാരണം 3-ാം വട്ടം LDF-ലേക്ക് ഭരണം പോകരുത്, 3-ാം വട്ടം കൂടി തങ്ങൾ ഭരണമില്ലാതെ പുറത്തു നിൽക്കരുത് എന്നുള്ളത് കൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഇപ്പം നമുക്കറിയാം തിരുവമ്പാടിയിലെ അതുപോലെ തന്നെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് വലിയ ചുക്കാൻ പിടിച്ചിട്ടുള്ള, വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് നിന്ന മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിക്കും ആ മണ്ഡലത്തിൽ നിർത്താനായിട്ടുള്ള നീക്കമുണ്ട് എന്നറിയുന്നുണ്ട്. കാരണം VS ജോയിക്ക് എന്തായാലും ഒരു മണ്ഡലം കൊടുത്തേ പറ്റുകയുള്ളൂ. നിലമ്പൂരിൽ മത്സരിക്കേണ്ട ആളായിരുന്നു, പക്ഷെ ഷൗക്കത്തിന് വേണ്ടി വഴിമാറി കൊടുത്തു എന്ന് വിചാരിച്ച് VS ജോയിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമോ ഉടനെ പാർട്ടി വിടാൻ തയ്യാറാവുകയോ ഒന്നും ചെയ്തില്ല. ജോയി ശരിയായ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, ചെറുപ്പക്കാരനാണ്, ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ DCC പ്രസിഡന്റ് എന്ന് തന്നെ പറയാം ഇന്ത്യയിൽ തന്നെ. അപ്പോൾ VS ജോയിയെ സംബന്ധിച്ചിടത്തോളം പ്രഗത്ഭനായ നേതാവ് തന്നെയാണ്. ഒന്നുകിൽ അപ്പോൾ VS ജോയിക്കും ആ മണ്ഡലം പറയുന്നുണ്ട്. പക്ഷേ മുരളീധരൻ ഈ കോൺഗ്രസ്സുകാരുടെ പാര ഉള്ളിൽ നിന്ന് ഭയന്നാണ് ലീഗിന്റെ കോട്ടയിലേക്ക്, മലബാർ കോട്ടയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് തൻ്റെ വിജയം വളരെ സുരക്ഷിതമായിരിക്കും എന്ന് മുരളീധരൻ കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് ഒന്നുകിൽ ഗുരുവായൂർ അല്ലെങ്കിൽ തിരുവമ്പാടിയിലേക്ക് മുരളീധരൻ പോകും എന്നുള്ളത് ഉറപ്പാണ്. ഇതിലേറെ സാധ്യത മലബാർ മേഖലയിലേക്ക് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.